അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ, എനിക്ക് അലിഫിന്റെ വേദിയിൽ നിങ്ങളുമായി സംസാരിക്കാൻ ലഭിച്ച വിഷയം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു വിഷയമാണ് നീതി തേടുന്ന ലോകം. പ്രധാനമായിട്ടും നാം ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് പല ആളുകളും നീതിക്ക് വേണ്ടി ഓടുകയാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ ഈ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് നീതി എന്നുള്ളത്. ലോകത്തിന്റെ പല കോണുകളിലും ഓരോ കാര്യങ്ങളിലുമുള്ള നീതിക്ക് വേണ്ടി വിവിധ കലാപങ്ങളും വിപ്ലവങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കട്ടതെന്റെ ഫാത്തിമയാണെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവെട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിയമം ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുകയാണെങ്കിൽ ആരും മോഷ്ടിക്കാൻ പോവുകയില്ല, ആരും മറ്റൊരുത്തന്റെ സാധനം എടുക്കാൻ പോവുകയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊന്നവനെ കൊല്ലുക എന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. അതും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്ത് കൊലപാതകങ്ങളെല്ലാം കുറയുമായിരുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹലിലൂടെ പറയുന്നുണ്ട്, തീർച്ചയായും അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നത് നീതി പാലിക്കാനും നന്മ ചെയ്യാനുമാണ്. നീതി എന്നത് കേവലം ഒരു കോടതിയിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല. നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും മറ്റു കാര്യങ്ങളിലെല്ലാം നാം നീതി പുലർത്തേണ്ടതുണ്ട്. മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ എതിരാണെങ്കിൽ പോലും സത്യത്തിന് നാം സാക്ഷ്യം നിൽക്കണം. അപ്പോൾ എൻ്റെ പിതാവാണ്, എൻ്റെ മാതാവാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവർക്ക് കൂട്ടുനിൽക്കാതെ നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി മാത്രം നാം സാക്ഷ്യം നിൽക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സമ്പന്നനെന്നും ദരിദ്രനെന്നും കറുത്തവനെന്നും വെളുത്തവനെന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ നിയമം പഠിപ്പിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും വെളുത്ത സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയും ഒറ്റ പ്ലേറ്റിൽ ഭക്ഷണം കഴിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ ശേഷം കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന പല ഭരണാധികാരും ഇതുപോലെ നീതി നടപ്പിലാക്കുന്നവരായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ നീതി എന്നുള്ള ഈ വാക്ക് തന്നെ നാം എല്ലാം മറന്നിരിക്കുന്നു. പല ഭരണാധികാരികളും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ആളുകൾക്ക് മാത്രം അവർ നീതി കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ അധികാരമുള്ള ആളുകളെ നിയമത്തിന് മുകളിൽ നിൽക്കുന്നു. അവരെ ഇന്ത്യയിലുള്ള പല നിയമങ്ങളെയും ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ പുതിയ പല നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട ആൾക്ക് നീതി കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ആവശ്യകത നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ പല ആളുകളും ഇന്നും അടികൂടുകയാണ്. താഴ്ന്ന ജാതി, വലിയ ജാതി, ഉയർന്ന ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് കാലത്തുള്ളത് പോലെ ഇന്നും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫലസ്തീൻ. നാം എല്ലാവരും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ്. ഫലസ്തീനിലെ ഇന്ന് നീതിക്കെതിരെ എല്ലാവരും പോരാടുമ്പോൾ ഇസ്രായേൽ രാജ്യം നീതി അവിടെ അനുവദിക്കുന്നില്ല. പല ആളുകളെയും കൊന്നൊടുക്കുകയും അങ്ങനെ അവരുടെ എല്ലാ ഭാഗങ്ങളും അവർ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് ലോകത്തിന്റെ നീതി. മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങൾ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ സൃഷ്ടാവായ അല്ലാഹുവിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങുക, ഇതാണ് അതിനുള്ള പരിഹാരം. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.